ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുള്ള കാരണം എനിക്ക് പിറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. കാലിഫോർണിയയിലെ റിവർസൈഡ് എന്ന സിറ്റിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ആണിത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ രാജ്യം, അമേരിക്ക എന്ന രാജ്യം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നു. അഹിംസാവാദവും നോൺ വയലൻസ് എന്ന മൂവ്മെന്റ് പ്രകാരം സായിപ്പിന്റെ കയ്യിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവ്, അദ്ദേഹം ആ ഒരു മൂവ്മെന്റിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായി. അമേരിക്കയിലെ മാർട്ടിൻ ലൂതർ കിങ് കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടി സ്വന്തം ജീവിതം ഇദ്ദേഹത്തെ പോലെ തന്നെ വെടിയേറ്റാണ് 60കളിൽ മാർട്ടിൻ ലൂതർ കിങ്ങും മരിക്കുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ശവകുടീരത്തിലും മറ്റും സന്ദർശനം നടത്തുകയും അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് മൂവ്മെന്റ് എത്രമാത്രം മാർട്ടിൻ ലൂതറിൻ്റെ ഉള്ളിൽ പ്രചോദനം നൽകി, ഇവിടുത്തെ കറുത്തവർഗക്കാരെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി എത്രമാത്രം പ്രചോദനമാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന് നൽകിയതെന്ന് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് നമ്മുടെ മഹാത്മാഗാന്ധി തുടങ്ങിയ പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടി, ആ ഒരു പാർട്ടി ഇന്ന് നമ്മുടെ കേരളത്തിലും ആ ഒരു പ്രദേശത്തും ഉള്ള ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രീണന രാഷ്ട്രീയം. എനിക്ക് വളരെ വേദനയോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ മുമ്പിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യേണ്ടി വരുന്നത്. നാളെ നമ്മുടെ കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ വളരെയധികം രാഷ്ട്രീയമായ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഫേൽ തട്ടിൽ പിതാവ് വന്നിട്ട് മുനമ്പത്ത് വന്ന് ഇതുവരെ നമുക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന അവർക്ക് വോട്ട് ചെയ്യണ്ട, അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, ധ്വനി എന്ന് പറയുന്നത്, ഇത്ര നാളും കേരളത്തിലെ ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ആ വോട്ട് കോൺഗ്രസിനുള്ളതായിരുന്നു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന UDFനും ഉള്ളവർക്കായിരുന്നു. അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്നും വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണ്ട, BJPക്ക് വോട്ട് ചെയ്യണമെന്ന് വ്യക്തവും സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നാളെ കേരളത്തിലെ 3 മണ്ഡലങ്ങൾ, 2ഉം പിന്നീടുള്ള പാലക്കാടും വോട്ടിങ്ങിന് വേണ്ടി പോകുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നൽകിയിരിക്കുന്നത്. മുനമ്പവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രസക്തി ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ചിരിക്കാം. ഇദ്ദേഹം പറഞ്ഞ മതേതരത്വം, ആ മതേതരത്വം ഏത് രീതിയിലാണെന്ന് കേരളത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായ വിഷയം എന്ന് പറഞ്ഞത്, ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ്, ഹൈന്ദവ ക്രൈസ്തവ ബഹുഭൂരിപക്ഷം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന എറണാകുളം കൊച്ചി പ്രദേശത്തേക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് മതേതരത്തിൻ്റെ വിശാലത മൂലം കൊടുത്തിരിക്കുന്നതാണ് ഷിയാസിനെ. അതിന് പകരം വെച്ച് കൊടുത്തിരിക്കുന്നത് ജോയി എന്ന ഒരു മാന്യദേഹമാണ് മലപ്പുറം DCC പ്രസിഡന്റായിട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തമായ ആവശ്യപ്രകാരമാണ് അങ്ങനൊരു ആവശ്യം. കാരണം അവരുടെ പ്രസക്തി ഇല്ലാതാകും. കാരണം വേറൊരു മുസ്ലിം കോൺഗ്രസിൽ നിന്നും അവിടെ DCC പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസക്തി, മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള അവരുടെ പ്രസക്തി ഇല്ലാതാകും. അതിനുവേണ്ടി ഒരു കുരുട്ട് ബുദ്ധി ആയിട്ട് മുസ്ലിം ലീഗ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു ക്രൈസ്തവനെ വെക്കി, എന്നിട്ട് ഞങ്ങൾക്ക് എറണാകുളത്ത് സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൻ്റെ ആളെ കൊണ്ട് അവിടെ അവർക്ക് മതമില്ല, അവർക്ക് മതം എന്നുള്ളത് വെറും ഒരു ഇത് മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടിയില്ല. അവർക്ക് പാർട്ടി എന്ന് പറയുന്നത് വെറും ഒരു അധികാരം പിടിച്ചടക്കുന്നതിന് വേണ്ടിയും അവരുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും മാത്രമുള്ള ഒരു സംവിധാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികൾ. അത് ഇടതായാലും വലതായാലും മാറി മാറി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അവർക്കറിയാം.
അത് അപ്പുറത്തും ആൾക്കാരെ വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തും ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എറണാകുളം പോലെയുള്ള മണ്ഡലത്തിൽ ഹൈന്ദവ ക്രൈസ്തവ അല്ലാതെ വേറെ അവിടെ ബഹുഭൂരിപക്ഷമുള്ള വ്യക്തിയല്ലാതെ വേറൊരു സമുദായക്കാരനെ മുസ്ലിമിനെ കൊണ്ടുവന്ന് വെച്ച് മതസൗഹാർദ്ദം കാണിക്കേണ്ട ഒരു ഗതികേട് ഇന്ന് കോൺഗ്രസ്, ഇദ്ദേഹം തുടങ്ങിയത് കോൺഗ്രസ് ആണ്, ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റ് ചില മതേതരത്വം കൂടി ഞാൻ പറയാം. ആലപ്പുഴയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 10%. 10%. ഈ 10% കൊണ്ടുവന്നാണ് അവർ മതേതരത്വം കാണിക്കുന്നത്. എങ്ങനെയാണ് അവർ മതേതരത്വം കാണിക്കുന്നതെന്ന് പറയട്ടെ. ഇപ്പുറത്ത് ഷാനി മോൾ ഉസ്മാൻ, അപ്പുറത്ത് ആരിഫ്, ഈ രണ്ടാളെ വെച്ചിട്ടുള്ള ഒരു മതേതരത്വമാണ് ആലപ്പുഴയിൽ. 90% പെടുന്ന ഹൈന്ദവനോ ക്രിസ്ത്യാനിക്കോ ഒരു ഇതും ഇല്ലാതെ, ഒരു പ്രസക്തിയും ഇല്ലാതെ അവർ സംഘടിക്കാത്തത് മൂലം ഇവിടെ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിലുള്ള പ്രസക്തി. എന്തുകൊണ്ടാണ് ഇത്രയും ഇവൻ വർഗീയമായി ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളോട് മതേതരത്വം കാണിക്കാനായിട്ട് വേറൊരു മാർഗം കാണിച്ചു തരാം. നിങ്ങൾ എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പുകൾ വരാണ്, അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനുശേഷമുള്ള 2026 നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മതേതരത്വം മലപ്പുറം ജില്ലയിൽ കാണിക്കാനായിട്ടുള്ളൊരു ധൈര്യമുണ്ടോ? അവിടെ കൊണ്ടോട്ടിയിലോ വേങ്ങരയിലോ മഞ്ചേരിയിലോ മലപ്പുറം പെരിന്തൽമണ്ണ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു മതേതരത്വം കാണിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി ധൈര്യപ്പെടുമോ? നിങ്ങൾ ധൈര്യപ്പെടില്ല. കാരണം അവരൊരു ന്യൂനപക്ഷമായ 25% പോകുന്ന വോട്ടാണെങ്കിൽ പോലും അവരെ പ്രീണിപ്പിച്ചാൽ സംഘടിതമായി വോട്ട് കിട്ടുകയും അവരുടെ ഉപസംഘടനകളായ SDPI, PDPI, ജമാഅത്തി, ഈ വക അലവലാതി ഗ്രൂപ്പുകളെ എല്ലാവരും തീവ്രവാദം പടർത്തുന്നവരെ പോലും നിങ്ങൾ പ്രീണിപ്പിച്ച് നിർത്തി 75% പോരുന്ന ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളെ നിങ്ങൾ തടയുകയാണ് ചെയ്തത്. ഇതിനൊക്കെ മറുപടിയായിട്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് ഇന്നലെ മുനമ്പത്ത് നടത്തിയ പ്രസ്താവന. അത് റാഫ ഷേവ് ചെയ്യാൻ പോയവനും ഉള്ള തട്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് കൊടുത്തത്. റാഫ ഷേവ് ചെയ്യാൻ ഒരു പ്രമുഖന്റെ മകൻ പോയിണ്ടായിരുന്നു റാഫ ഷേവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അവന് മുനമ്പത്ത് സേവ് ചെയ്യാൻ വരാനായിട്ട് ഒരു ചെറിയ മടിയുണ്ട്. അവനും കൂടിയുള്ള തട്ടാണ് റാഫേൽ തട്ടിൽ പിതാവ് ഇന്നലെ ഇട്ടുകൊടുത്തത്. അപ്പം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മനസ്സിൽ ഇത് എഴുതി വെച്ചോ. 25% സംഘടിക്കുന്നതിനേക്കാളും കൂടുതൽ അവബോധവും അടുത്ത വർഷങ്ങളിലും സമയങ്ങളിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായിട്ട് തന്നെ കേരളത്തിൽ ധ്രുവീകരണം സംഭവിക്കുകയും ഇന്ന് നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല എങ്കിൽ നാളെ വ്യക്തമായിട്ട് നേരം വെളുക്കുകയും അത് വല്ലവനും കൊണ്ടുപോകും എന്ന് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ. അത് സുധാകരനോടും സതീശനോടും പിണറായി വിജയനോടും അദ്ദേഹം ഒരുപക്ഷെ ഇനി ഒരു മത്സരങ്ങൾക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുമോ എന്നുള്ളത് നമുക്ക് സംശയം. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള വേറെ ആരുണ്ടെങ്കിലും, ഗോവിന്ദൻ മാഷാണെങ്കിലും, EP ജയരാജന്മാര് 3 ജയരാജന്മാരാണെങ്കിലും, ഐസക് ആണെങ്കിലും, സുധാകരനാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത്രയും വലിയ മതേതരത്വം നിങ്ങൾ 25% കാണിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്നവര് നിങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ അടുത്ത് തന്നെ, അതടുത്തു വന്ന എല്ലാ സൂചനകളും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒരു സൂചന നൽകിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഈ മഹാത്മാവിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. നന്ദി, നമസ്കാരം.